നമുക്കിനി കൊച്ചിയിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്ന ലൈഫ് മിഷൻ കേസിൽ അറസ്റ്റിലായിട്ടുള്ള യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പന്റെ ചോദ്യം ചെയ്യൽ അത് തുടരുകയാണ്. ഡാനി പോൾ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട് നമുക്കൊപ്പം. ഡാനി, ഈ സന്തോഷ് ഈപ്പന്റെ ചോദ്യം ചെയ്യൽ അത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ UV ജോസുമായി ഒപ്പം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ അടക്കം നടന്നു. എങ്ങനെ പുരോഗമിക്കുന്നു ഈ ചോദ്യം ചെയ്യൽ, അതോടൊപ്പം ഈ ഒരു വിഷയത്തിലെ നിയമ നടപടികൾ അടക്കം ഇ ഡിയുടെ നീക്കം? ആര്യ, ലൈഫ് മിഷൻ കേസ് അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ ആണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചോദ്യം ചെയ്യലടക്കം ഇപ്പോൾ യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ അറസ്റ്റായതിനു ശേഷം 2 ദിവസം കസ്റ്റഡിയിൽ കൊടുത്തു. ഇന്നലെ ഇതുവരെയുള്ള ഈ ചോദ്യം ചെയ്യലിൻ്റെ ഒരു പുരോഗതി, ഇനി എന്തെല്ലാം അറിയേണ്ടതുണ്ട് എന്നതടക്കമുള്ള ഒരു റിപ്പോർട്ട് വിചാരണ കോടതിയിൽ നൽകുകയുണ്ടായിരുന്നു. അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 4 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. പ്രധാനമായും ഇവർ സൂചിപ്പിക്കുന്നത് 4.5 കോടിയോളം രൂപ കോഴയായി നൽകി എന്ന ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് സന്തോഷ് ഈപ്പനും സമ്മതിക്കുന്നുണ്ട്. കമ്മീഷൻ തുകയെന്നാണ് അദ്ദേഹം അതിനെ പറയുന്നത്. പക്ഷേ ഇതിൽ ആർക്കൊക്കെ വിതരണം ചെയ്തു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. വ്യക്തമായ ഒരു ഉത്തരത്തിലേക്ക് അല്ലെങ്കിൽ വ്യക്തമായ ആളുകളിലേക്ക് ചെന്നെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിൽ ഒരു ഭാഗം മാത്രമാണ് ഈ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയത്. ബാക്കിയുള്ള തുക അതിൽ ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദിന് ഡോളറായി നൽകി എന്ന് പറയുമ്പോഴും പിന്നെയും അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ തുക എവിടെ ആർക്ക് കൊടുത്തു എന്നത് എല്ലാം തന്നെ വിശദമാക്കിയിട്ടുണ്ട്. ആ തുകയിൽ കൂടുതൽ നൽകിയിട്ടുണ്ടോ എന്നൊരു സംശയം ബലപ്പെട്ടിട്ടുണ്ട്. കാരണം സ്വപ്നയുടെ മൊഴി അതാ പറഞ്ഞിരിക്കുന്ന തുകയേക്കാളും മുകളിലുള്ളൊരു തുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച്, ഈ കള്ളപ്പണം സംബന്ധിച്ച് ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതിന് വ്യക്തമായും ഉത്തരം പറയാൻ കഴിയുള്ള ഒരാൾ സന്തോഷ് ഈപ്പൻ തന്നെയാണ്. അദ്ദേഹമാണ് ഇത് നൽകിയെന്ന് പറയുന്നത്. എങ്കിൽ ആർക്കൊക്കെ നൽകി എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ UV ജോസിനെ, ലൈഫ് മിഷൻ മുൻ CEO UV ജോസിനെ ചോദ്യം ചെയ്തിരുന്നു. ഈ ദിവസങ്ങളിൽ 4 ദിവസം ഇനി കസ്റ്റഡിയിലേക്ക് വരുമ്പോൾ വീണ്ടും UV ജോസിനെ വിളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അദ്ദേഹത്തിന് ഈ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാങ്കേതികമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറാൻ കഴിയില്ല എന്ന് ED വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ ശിവശങ്കറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം പ്രവർത്തിച്ചു എന്ന് പറയുമ്പോഴും അത് മാത്രമല്ല എന്ന രീതിയിലേക്കാണ് ED ചെന്നെത്തിയിരിക്കുന്നത്. കാരണം യൂണിടാക്കിന് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള ചില കാര്യങ്ങളിൽ വളരെ സജീവമായിട്ട് തന്നെ UV ജോസ് ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് EDയുടെ കണ്ടെത്തലിലേക്ക് വന്നിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രനെ വീണ്ടും വിളിച്ചു വരുത്താനുള്ള സാധ്യത അതും ഈ ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളുണ്ട്. അങ്ങനെ ഈ ചോദ്യം ചെയ്യലുകളുടെ ഒരു പരമ്പര തന്നെ ഇവിടെ ED കേന്ദ്രീകരിച്ച് നടക്കുന്നു. സ്വപ്ന സുരേഷിൻ്റെ നിയമനം സംബന്ധിച്ച്, സ്പേസ് പാർക്കിലെ നിയമനം സംബന്ധിച്ച് സ്പേസ് പാർക്കിലെയും കൺസൾട്ടൻസിയായ PwCയിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി. അങ്ങനെ ഇതെല്ലാം തന്നെ ED ഒരുമിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വളരെ നിർണായകമായ ഈ ദിവസങ്ങളാണ് ലൈഫ് മിഷൻ സംബന്ധിച്ചിടത്തോളം എത്തുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുകളുണ്ടാകാം. പ്രത്യേകിച്ച് സന്തോഷ് ഈപ്പന്റെ കസ്റ്റഡി കാലാവധിയിലെ ചോദ്യം ചെയ്യൽ അത് നിർണായകം. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.